ഹലോ. കഴിഞ്ഞ വീഡിയോയിൽ വീട്ടുകാര്യങ്ങളിൽ ഭർത്താവ് സഹായിക്കണോ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഈ വീഡിയോയിൽ ഇതേ കാര്യം തന്നെ കൂടുതൽ മനസ്സിലാക്കി തരാൻ അധ്വാനത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്തമായ 5 കുടുംബങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാം. ആദ്യത്തേതിൽ പഴയ രീതിക്കനുസരിച്ച് ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഭാര്യ വീട്ടുകാര്യങ്ങൾ നോക്കിയിരിക്കുന്നു. രണ്ടാമത്തേതിൽ ഭർത്താവും ഭാര്യയും ജോലിക്ക് പോകുന്നു, ഭാര്യ വീട്ടുകാര്യങ്ങളും കൂടി നോക്കുന്നു. മൂന്നാമത്തേതിൽ ഭർത്താവ് ജോലി ചെയ്യുന്നില്ല, ഭാര്യ പുറത്തുപോയി ജോലി ചെയ്യുന്നു, എന്നാലും വീട്ടുജോലി ഭാര്യയ്ക്ക് തന്നെ. നാലാമത്തേതിൽ ഭർത്താവ് പുറത്തുപോയി ജോലി ചെയ്യുന്നു, ഭാര്യ പുറത്തും ജോലി ചെയ്യുന്നില്ല, വീട്ടിലും ജോലി ചെയ്യുന്നില്ല. അഞ്ചാമത്തേതിൽ ചില വീടുകളിൽ ഭർത്താവും ഭാര്യയും പുറത്തുപോയി ജോലി ചെയ്യുന്നില്ല, അത് കൃഷി ചെയ്തോ റിട്ടയർമെന്റ് ലൈഫ് നയിച്ചോ ജീവിക്കുന്നതാകാം. ഈ 5 സന്ദർഭങ്ങളും സാധാരണവും ഒറ്റ നോട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു കുറവും ഇല്ലാത്തവയാണ്. ഇതിൽ തെറ്റും കുറ്റവും കുറവും ഒക്കെ വരുന്നത് ദമ്പതികളിൽ ഒരാൾ മാത്രം ദീർഘകാലം ചുമന്നുകൊണ്ടിരിക്കുന്ന ഭാരം ഒന്ന് മാറ്റിപ്പിടിക്കാൻ പോലും മറ്റയാൾ തയ്യാറാകാതെ ഇരിക്കുമ്പോഴാണ്. ഇനി ഇതിലെ ഓരോരോ സന്ദർഭങ്ങളായി വിശകലനം ചെയ്തു നോക്കാം. ആദ്യത്തെ കുടുംബമായ ഭർത്താവ് ജോലിക്ക് പോകുന്നതും ഭാര്യ വീട്ടുകാര്യങ്ങൾ മാത്രം ചെയ്യുന്നതുമായ സാഹചര്യത്തിൽ ഭർത്താവ് ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, അതായത് ഒരു 8-9 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 6-6:30 വീട്ടിലെത്തുന്ന ആളാണെങ്കിൽ, സെക്കൻഡ് സാറ്റർഡേ, സൺഡേ, പബ്ലിക് ഹോളിഡേസ് ഒക്കെ അവധി കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ ആവശ്യത്തിലേറെ ടൈം ഉണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും പാചകമോ പാത്രം കഴുകലോ നിലം തുടയ്ക്കലോ മുറ്റടിക്കലോ ചെയ്യണം എന്നല്ല പറയുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഭർത്താവ് ചെയ്യേണ്ടത് തൻ്റെ വീടിനെ പറ്റിയും ഭാര്യയെ പറ്റിയും കുട്ടികളെ പറ്റിയും ഒരു കൺസേൺ കാണിക്കുക എന്നതാണ്. ഈ കൺസേൺ എങ്ങനെയാണ് കാണിക്കുക? അതെങ്ങനെ? കുറെ സ്നേഹമുള്ള വാക്കുകളിലൂടെ മാത്രമാണോ? അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതോ പാർക്കിൽ കൊണ്ടുപോകുന്നതോ മാത്രമാണോ? അല്ല. അതെങ്ങനെയാണെന്നാണ് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അതിനെ ആവർത്തിക്കുന്നില്ല. എന്നാൽ ഭർത്താവിന് ഇതിലും നീണ്ട സമയം പുറത്തുപോയി അധ്വാനിക്കേണ്ടി വരുന്ന ആളാണെന്ന് വെക്കുക. അതായത് രാവിലെ നേരത്തെ ഇറങ്ങണം, അല്ലെങ്കിൽ വളരെ വൈകി 8 മണിക്ക് ശേഷമൊക്കെയാണ് അയാൾ തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നേരത്തെ ഇറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വൈകി എത്തിയതിനു ശേഷമോ ഒന്നും ചെയ്യാനുള്ള, അതായത് വീട്ടില് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള ഒരു ശാരീരികമോ മാനസികവുമായ സാധ്യതകളൊന്നും ആ മനുഷ്യനുണ്ടാവില്ല. അത്തരം സമയങ്ങളിൽ ആ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് അദ്ദേഹത്തിൽ നിന്നും ഗാർഹികമായ സഹായങ്ങളൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നത് സ്നേഹവും മനുഷ്യത്വവും ഉള്ള ഒരു ഭാര്യ ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കേസ്, ഭാര്യയും ഭർത്താവും ഒരുപോലെ പുറത്ത് ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. തീർച്ചയായും ഇത്തരം അവസരത്തിൽ ഭർത്താവ് വീട്ടുജോലികളിൽ കൂടുതൽ സഹായിക്കുക തന്നെ വേണം. സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ പാത്രം കഴുകാനോ നിലം തൂക്കാനോ മാത്രമല്ല, ആവശ്യങ്ങളും താല്പര്യവും ഉള്ളവർക്ക് പാചകവും കൂടി കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും അത് ഉൾക്കൊള്ളണമെന്നില്ല. കാരണം വീട്ടിലെ പണിയും പുറത്തെ ജോലിയും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം ഭർത്താവ് ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് നോക്കിയിരുന്ന പണിയന്ത്രങ്ങളായിരുന്ന കഴിഞ്ഞ തലമുറ മെല്ലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ കുടുംബം എന്ന് പറയുന്നത്, ഭാര്യ ജോലി ചെയ്യുന്നു, ഭർത്താവ് ജോലി ചെയ്യാത്ത സാഹചര്യത്തിൽ ഭർത്താവ് ഒരു സ്ത്രീ ചെയ്യുന്ന എല്ലാ ഗാർഹിക ജോലിയും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഈ കുടുംബത്ത് ഭർത്താവ് പുറത്ത് ജോലിക്ക് പോകുന്നില്ല. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തല്ലേ പറ്റുള്ളൂ. ഭാര്യയും ഭർത്താവും കൂടിയിട്ടാണല്ലോ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനർത്ഥം ഭർത്താവ് വെറുതെ ഇരിക്കുകയല്ല, എന്നാ പിന്നെ ഭാര്യ ഒന്നും ചെയ്യണ്ട എന്നുമല്ല. പുറത്തുപോയി അധ്വാനിക്കുന്ന ഒരു ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഭാര്യ എന്തൊക്കെ ഭർത്താവ് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നു, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭാര്യയും പുറത്തുനിന്ന് ജോലി കഴിഞ്ഞ് വന്നാൽ വീട്ടിലിരിക്കുന്ന ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടതാണ്. എന്തായാലും ഇത്തരം സാഹചര്യങ്ങൾ വളരെ അപൂർവമായേ കാണാറുള്ളൂ. മിക്കയിടത്തും ഭർത്താവിന് ജോലി ഇല്ലെങ്കിലും വളരെ കുറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ അയാൾക്ക് വീട്ടിലേതായത് ഏറ്റെടുക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കിയുള്ള പണികൾ ഈ പുറത്തുപോയി ജോലി ചെയ്യുന്ന ഭാര്യ തന്നെ ചെയ്യണം. ഇതിനും മാറ്റം വരിക തന്നെ വേണം. ഇനി നാലാമത്തെ സാഹചര്യത്തിൽ ഭർത്താവ് പുറത്തുപോയി ജോലി ചെയ്യുന്നു, ഭാര്യ പുറത്തും വീട്ടിലും ജോലി ചെയ്യുന്നില്ല. അത് ഉയർന്ന സാമ്പത്തികം കാരണം വീട്ടുജോലിക്കാർ ഉള്ളത് കൊണ്ടാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. എന്നാൽ ഭർത്താവിന് വരുമാനം അധികമില്ലെങ്കിലും ഭാര്യ ജോലിക്കും പോവില്ല, പൈസ കൊടുത്ത് മറ്റൊരാളെ വെച്ച് വീട്ടുപണികളും എടുപ്പിക്കും, എന്നിട്ട് സദാസമയം ടിവിയിലോ ഫോണിലോ മുഴുകി ഭർത്താവിന് യാതൊരുവിധ സാമ്പത്തിക സപ്പോർട്ടും കൊടുക്കുന്നില്ലെങ്കിൽ അത് സ്ത്രീകളുടെ ഭാഗത്ത് വരുന്ന വലിയൊരു തെറ്റ് തന്നെയാണ്. ഇനി വീട്ടുജോലിക്കാരെ വെക്കുന്നത് സാമ്പത്തികമായി നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ ആ പണികൾ ജോലിക്കാർ ചെയ്തോട്ടെ. എന്നാൽ അതിനുവേണ്ടി സമ്പാദിക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തുള്ള ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും ഒരുമിച്ച് കഴിക്കുന്നതും ഒപ്പം ഇരുന്ന് സംസാരിക്കുന്നതും ഒരു ധാർമ്മിക ഉത്തരവാദിത്തമായി ഭാര്യ കാണണം.
പക്ഷെ ഒരുമിച്ചിരിക്കുന്ന ഒരു പരാതിപ്പെട്ടി തുറക്കാനാവരുത്. ഇനി അഥവാ നിങ്ങൾക്ക് അത്ര സമയമില്ലാതെ അല്ലെങ്കിൽ അത്ര സമയമല്ലാതെ ആളെ ഫ്രീ ആയി തീരെ കിട്ടുന്നേ ഇല്ല എങ്കിൽ ആദ്യം തന്നെ പറയണം, നിങ്ങളൊന്നും ചെയ്തു തരാൻ വേണ്ടിയല്ല, എനിക്ക് പറയാൻ വേറൊരാളോ സമയമോ ഇല്ലാത്തത് കൊണ്ടും കിട്ടാത്തത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ വെറുതെ കേട്ടിരുന്നാൽ മതിയെന്ന്. അതുപോലെ അദ്ദേഹത്തിന്റെ സ്വന്തം പ്രശ്നങ്ങൾ, പേഴ്സണലോ പ്രൊഫഷണലോ എന്തോ ആയിക്കോട്ടെ, അത് പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഇനി ഒന്നും പറയാൻ താല്പര്യമില്ല, കുറച്ചു നേരം ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനങ്ങോട്ട് അനുവദിച്ചേക്കൂ. നിങ്ങൾക്ക് നിരാശ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിരാശ തോന്നിയേക്കാം, നിങ്ങളും കാത്തിരിക്കുകയായിരുന്നല്ലോ ആള് തിരിച്ചെത്തിയിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആൾ അങ്ങനെ ഒരു മൂഡിലല്ലെങ്കിൽ ഇത്രയും പറയുക, സംസാരിക്കാനുള്ള മൂഡ് വരുമ്പോൾ എന്നെ തിരിച്ചു വിളിക്കണം, ഞാനും രാവിലെ തൊട്ട് ആരുടെയെങ്കിലും സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന്. എത്ര വികാര വിക്ഷോഭങ്ങൾ വന്നാലും നന്നായി കുടുംബം നോക്കുന്ന, ദുസ്വഭാവങ്ങളൊന്നും ഇല്ലാത്തൊരു ഭർത്താവ് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അധ്വാനത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ 2 മണിക്കൂർ നേരത്തേക്കെങ്കിലും അദ്ദേഹവുമായി ഒരു വാദപ്രതിവാദത്തിന് പോകാതിരിക്കുന്നത് ഒരു സാമാന്യ മര്യാദയാണ്. വീട്ടിലെ ബില്ലുകൾ അടയ്ക്കുക, കുട്ടികളുടെ പഠിത്തം, ബാങ്ക് കാര്യങ്ങൾ, ബന്ധുമിത്രാദികളോടുള്ള ഉത്തരവാദിത്തം തുടങ്ങി പലതും ഭാര്യയ്ക്ക് ഏറ്റെടുക്കാവുന്നതാണ്. കാരണം ഭർത്താവ് സമ്പാദിച്ചു കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ഒരു ജോലിക്കാരിയെ വെച്ച് നല്ലൊരു ഭാഗം പണികൾ അവരെ കൊണ്ടെടുപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ വക ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായും ഏറ്റെടുക്കണം. ഇത്തരം കുടുംബങ്ങളിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്തു തരാൻ ഭർത്താവിന് കഴിഞ്ഞു എന്ന് വരില്ല. അത് ഭാര്യ മനസ്സിലാക്കിയേ പറ്റൂ. ഇനി 5ാമത്തെ തരം കുടുംബത്തില് ഭാര്യയും ഭർത്താവും പുറത്തുപോയി ജോലി ചെയ്യാത്തവരാകുമ്പോൾ വീട്ടുജോലികൾ എന്നത് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. ഇനിയിപ്പോ ഭർത്താവ് ഈ വീടിനോട് ചേർന്നുള്ള പറമ്പിലെ കൃഷി ചെയ്യുന്ന ആളാന്ന് നിൽക്കുക, അപ്പൊ അദ്ദേഹമാണ് കൂടുതൽ അധ്വാനിക്കുന്നതെങ്കിൽ ഭാര്യ തീർച്ചയായും കൂടുതൽ വീട്ടുജോലികൾ ചെയ്യേണ്ടി വരും. ഇനി ഭർത്താവിനോടൊപ്പം ഭാര്യയും ആ കൃഷിയിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഭർത്താവ് മാത്രം റെസ്റ്റ് എടുത്താൽ പോരാ, ഭാര്യയ്ക്കും റെസ്റ്റ് വേണമല്ലോ. അപ്പൊ രണ്ടുപേരും കൂടെ ആ വീട്ടുജോലികൾ തീർത്തിട്ട് ഒരുമിച്ച് റെസ്റ്റ് എടുക്കുക. ഇനി വേറൊരു ഒരവസ്ഥയുണ്ട്, അതായത് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ ഭർത്താവ് റിട്ടയർ ചെയ്തിരിക്കുന്ന സമയത്ത് ഭാര്യയെ ഒന്ന് സഹായിച്ചു കണ്ടാൽ ആൾക്കാർക്ക് ഭയങ്കര സഹതാപമാണ്. പാവം റിട്ടയർ ചെയ്തിട്ട് വിശ്രമിക്കേണ്ട സമയത്ത് ഇപ്പോൾ വീട്ടുജോലി എന്ന് പറയും. അപ്പൊ ആ ഭാര്യയുടെ കാര്യമോ, അവർക്ക് റിട്ടയർമെന്റോ കിട്ടുന്നില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് കുറച്ചൊരു ജോലി ഭാരെങ്കിലും ഒന്ന് കുറഞ്ഞ് കിട്ടണ്ടേ അവർക്ക്. അത് പിന്നെ 24 മണിക്കൂറും വീട്ടിലിരിക്കുന്ന റിട്ടയർ ചെയ്ത ഭർത്താവ് അല്ലാണ്ട് പിന്നെ ആരാ ശ്രദ്ധിക്കുക? ഏത് സാഹചര്യത്തിലും പരസ്പരം താങ്ങാവേണ്ടവർ എന്ന് പറയുമ്പോൾ അത് 2 വശത്തേക്കും വേണമല്ലോ. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, പാത്രം കഴുകാനും ഒരു മോപ്പ് ഉപയോഗിച്ച് നിലം തുടയ്ക്കാനും കഴുകിയ തുണികൾ അഴയിൽ വിരിച്ചിടാനും ഒക്കെ ഭാര്യനെ സഹായിക്കേണ്ടി വരും. ഇനി ഇതുവരെ പറഞ്ഞ സന്ദർഭങ്ങളും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞതൊക്കെ ഒരു ജനറൽ ഔട്ട്ലൈൻ മാത്രമാണ്. ഓരോ കുടുംബത്തിലെയും മാറുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളിലും ഒക്കെ മാറ്റം വരുത്തേണ്ട ഒരു ഫ്ലെക്സിബിലിറ്റി മനുഷ്യർക്ക് ഉണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ ഭാര്യയായാലും ഭർത്താവായാലും മനസ്സിൽ ദയയും മനുഷ്യത്വവും ഒക്കെ ഉണ്ടാവണം. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ചെറിയതും വലുതും വലിയതുമായിട്ട് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ. അതിനോടൊക്കെ യോജിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ടായിരിക്കാം. പക്ഷെ അതിനൊക്കെ തുരങ്കം പണിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഭർത്താവിന്റെ വീട്ടുകാർ, അല്ലെങ്കിൽ അമ്മായിമ്മ എന്ന് പറയുന്ന ഒരു വിഭാഗം. ഭാര്യയെ സഹായിക്കുന്നതും അല്ലെങ്കിൽ സഹായിക്കുന്നവര് പെൺകോന്തന്മാരാണ്, അല്ലെങ്കിൽ നട്ടലില്ലാത്തവരാണ് എന്നൊക്കെ കരുതുന്ന ആ തലമുറയുണ്ടല്ലോ. പല ദാമ്പത്യങ്ങളിലും ഇത്തരം ആൾക്കാർ വരുത്തി വെച്ചിട്ടുള്ള കോട്ടം ചില്ലറയില്ല. അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള വിഷയം, അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനിയിപ്പോ ഇത് പറയുമ്പോൾ സ്ത്രീ തന്നെയാണ് സ്ത്രീയുടെ ശത്രു എന്ന് പറഞ്ഞിട്ട് വരുന്ന കുറെ പഴഞ്ചൊല്ലുകൾ കൊണ്ട് വരുന്ന ഒരു വിഭാഗമുണ്ട്. അതും വേറൊരു വീഡിയോയ്ക്കുള്ള വിഷയമാണ്, അതുകൊണ്ട് എല്ലാം കൂടി ഇതിൽ പറയുന്നില്ല. എന്തായാലും ചുരുക്കി പറഞ്ഞാല്, വീട്ടിൽ പണിയെടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതോ അതൊന്നുമല്ല ഭാര്യമാരുടെ പ്രശ്നം. വരുമാനമില്ലാതെ പണിയെടുത്താലും വരുമാനമുള്ള പണിയെടുത്താലും വരുമാനമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ശാരീരികമായിട്ടും ഒക്കെ കഷ്ടപ്പെട്ടാലും സഹിച്ചാലും അതിനുള്ള നന്ദിയോ സ്നേഹമോ പരിഗണനയോ സ്വാതന്ത്ര്യമോ കിട്ടാത്തതാണ് ആക്ച്വലി പലരെയും അസ്വസ്ഥരാക്കുന്നതും. അതുകൊണ്ടാണ് അവർ ശബ്ദമുയർത്തുന്നത്. നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.